ബിജെപിയുടെ നിലപാട് എന്താണെന്നുള്ളത് നല്ലേപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഇപ്പോൾ ഈ വിജയരാഘവന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ് വയനാട്ട് വിഷയത്തിൽ. അപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിനെങ്ങനെയാണ് കാണുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഈ ബിജെപിക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയ നിലപാടുകൾ CPM പറയുകയും അതിനെ കേരളത്തിൽ ശരിവൽക്കരിക്കുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് CPM BJP ബാന്ധവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അജിത് കുമാറിന്റെ റിപ്പോർട്ടൊക്കെ വന്നതോടുകൂടി മനസ്സിലായല്ലോ. തൃശ്ശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലെയുള്ള ചില വർഗീയ പരാമർശങ്ങൾ CPM നേതാക്കന്മാർ പറയുന്നു, അതിനെ ഇടതുപക്ഷം എൻഡോഴ്സ് ചെയ്യുന്നു, അത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നു. കുറെ കാലമായി പാലക്കാട്ടെ പത്രപരസ്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ഇപ്പം വഖഫ് അമെന്റ്മെന്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഒക്കെ CPM സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും കേരളത്തിൽ ബിജെപിക്ക് അനുകൂലമായ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ളതാണ്. ഈ അജിത് കുമാറിന്റെ ഈ റിപ്പോർട്ടിലും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂരം കലക്കാനൊരു ശ്രമം നടത്തി എന്നാണ്. ആരാണ് അങ്ങനെയാണ് പൂരം കലക്കിയത്? അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പൂരം കലക്കിയതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിലിരിക്കുന്നവർ കൂടിയല്ലേ. സർക്കാരിലിരിക്കുന്നവരുണ്ട്, ബിജെപിക്ക് അനുകൂലമായിട്ട് സർക്കാരിലിരിക്കുന്നവർ എന്തുകൊണ്ട് ചിന്തിക്കണം? അപ്പൊ അതിന് പുറകിലുണ്ടായിരുന്ന